കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് കൂട്ടിരിപ്പുകാരി മരിച്ചതിൽ ആരോഗ്യ വകുപ്പിനെതിരായ ആരോപണങ്ങളെ ചെറുക്കാനൊരുങ്ങി സർക്കാരും CPIM-ഉം. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തും. രക്ഷാപ്രവർത്തനം വൈകിയില്ലെന്ന് സർക്കാർ പറയുമ്പോൾ ബിന്ദുവിന്റെ മരണം വീഴ്ചയെന്ന് കാട്ടി സമരം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അപകടത്തിന് ശേഷം മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരും കുടുങ്ങിയിട്ടില്ല എന്നാണ് പ്രതികരിച്ചത്. എന്നാൽ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഇതാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. മന്ത്രിമാരുടെ പ്രതികരണം രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്നാണ് ആരോപണം. മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിലും ഇത് തുടരും. എന്നാൽ പ്രതിപക്ഷത്തെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെയും CPIM-ൻ്റെയും തീരുമാനം. മന്ത്രിമാർക്കെതിരായ ആരോപണങ്ങൾ CPIM തള്ളി. വീണ ജോർജ് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് CPIM നിലപാട്. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് ഉൾച്ച് ഇത് കനകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഒപ്പമെന്നാണ് സർക്കാർ നിലപാട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കും. കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതും സർക്കാർ പരിഗണിക്കും. സർക്കാർ പ്രതിരോധം തുടരുമ്പോൾ തുടർച്ചയായി ആരോഗ്യമേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി. അതിൻ്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ടത്. സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ്. വീഴ്ചകൾ തുടർച്ചയാകുമ്പോഴും ഒറ്റപ്പെട്ട സംഭവമെന്ന് കാട്ടി സർക്കാർ വിഷയം ലഘൂകരിക്കുകയാണെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലും തുടർന്നുണ്ടായ സർക്കാർ നീക്കവും ആയുധമാക്കുന്നുണ്ട്. ഇതുയർത്തിയാണ് പ്രതിപക്ഷ പ്രതിഷേധവും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.